ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളമത്തു നമ്മളോടൊപ്പമുണ്ട്. ശ്രീ പഴകുളമത്തു, CWC പറയുന്നത് ഇങ്ങനെ ആളുകൾ എത്തിയതും കാണാൻ ശ്രമിച്ചതുമായ വിവരം കൃത്യമായി SP അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആരോപണം? സത്യത്തില് ഈ പോക്സോ കേസിൽ പോലീസും CWCയും ഒത്തു കളിച്ചാണ് ഇരയെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കാൻ നേതൃത്വം കൊടുത്തതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വരെ പ്രതിക്ക് ജാമ്യത്തിൽ പോകാൻ അവസരം ഉണ്ടായി കൊടുക്കുകയും രണ്ട് പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടത്തിയിട്ടുള്ള CWC ഓഫീസാണ്. CWC ഓഫീസ് ഈ കേസ് പോലീസിനെ റെഫർ ചെയ്യാൻ 10 ദിവസം വെച്ച് താമസിപ്പിച്ചു. കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CWC ചെയർമാനും മറ്റാൾക്കാരും പറയുന്നത് അവരുടെ ഭാഗം ചോദിച്ചില്ലതാണ്. അവരുടെ ഭാഗം ചോദിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു ന്യായവുമില്ല. കാരണം ഈ അന്വേഷണ സമിതി ഈ റിപ്പോർട്ടുകളും റെക്കോർഡുകളും എല്ലാം പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയിട്ടുള്ളത്. 10 ദിവസം എന്തുകൊണ്ട് വെച്ച് താമസിപ്പിച്ചു? ഇവരുടെ ഫോൺ റെക്കോർഡുകൾ, വേട്ടക്കാരുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചു. ഒന്നാം പ്രതിയായിട്ടുള്ള അഭിഭാഷകന്റെ ഫോണും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോണും പരിശോധിച്ചു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവർ CWC ഓഫീസിൽ എന്തിനു പോയി? ഇതേ സമയത്ത് എന്തിന് അതിജീവിതയുടെ പിതാവിനെ അവിടെ വിളിച്ചു വരുത്തി? ഞാൻ മനസ്സിലാക്കുന്നത് CWC ചെയർമാനും അവിടുത്തെ ഓഫീസിൽ ചില ആൾക്കാരും അതിജീവിതയുടെ പിതാവിനോട് അതീവ സമ്മർദ്ദം ചെലുത്തുകയും ഈ കേസ് ഒഴിവാക്കാനും ഇത് രമ്യതയിൽ തീർക്കാനും അവരെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്താണ്? ഇത്തരം സംഭവങ്ങളിൽ ഇരകൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുകയാണ്. ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട CWC ഓഫീസ് ഇവരെ ഈ പ്രതിക്ക് അനുകൂലമാക്കി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ നിയമനമാണ്. ഈ CWC ചെയർമാനെ പറ്റുന്നത് പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു CPM നേതാവിന്റെ സഹോദരനാണ്. ഇദ്ദേഹം തന്നെ ഒരു CPM നേതാവാണ്. എന്തായാലും അങ്ങും വളരെ ഗുരുതരമായ ആരോപണമാണ്. CWCയും പോലീസും കൂടി ചേർന്ന് ഒത്തുകളിച്ച് ഈ പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്.